വിലക്കയറ്റം തടയുന്നതിലും വിപണി ഇടപെടലിലും സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഓണക്കാലത്ത് പോലും വിപണി ഇടപെടൽ കാര്യക്ഷമമായിരുന്നില്ലെന്നും പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയിൽ ആരോപിച്ചു. തുടർച്ചയായ 3-ാം ദിവസമാണ് സഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. വിലക്കയറ്റം സാധാരണക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളം നമ്പർ 1 ആണെന്നും 8 മാസമായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിഷ്ണുനാഥ് ആരോപിച്ചു. നമ്പർ 1 കേരളം സാർ, 1 മാസമല്ല 2 മാസമല്ല, തുടർച്ചയായി 8 മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ 1-ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതില് എന്താണ് സാർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത്? വെളിച്ചെണ്ണയുടെ വില, പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ഫലപ്രദമായ വിപണി ഇടപെടൽ നടത്തിയ വർഷമാണ് കടന്നുപോയതെന്നും പ്രതിപക്ഷ നേതാവ് തന്നെ ഇക്കാര്യം മുൻപ് സമ്മതിച്ചതാണെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. സാർ, ഈ സാമ്പത്തിക വർഷം വിപണി ഇടപെടലിന് വകയിരുത്തിയിരുന്ന 250 കോടി രൂപയും സപ്ലൈകോക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. 2016 മുതൽ 2025 ഓഗസ്റ്റ് വരെയുള്ള 7270 കോടി രൂപ സപ്ലൈകോ വഴി മാർക്കറ്റ് ഇന്റർവെൻഷനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുമായി ഇടതുപക്ഷ ഗവൺമെന്റ് 1ഉം 2ഉം പിണറായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയും. ഓണവിപണി ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തിയതല്ലാതെ പ്രസംഗിച്ചിട്ട് പോലുമില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. യാന്ത്രികമായി ഭരിച്ചു പോകരുതെന്നും ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഗവൺമെന്റാണ്, നിങ്ങൾ എലക്റ്റഡ് ഗവൺമെന്റാണ്, നിങ്ങൾ അധികാരത്തിലിരിക്കുകയാണ്, നിങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളാണ് ഗവേണൻസ്. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെറുതെ യാന്ത്രികമായി ഭരിച്ചു പോകുന്നതല്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മെക്കാനിക്കലാണ്. സിസ്റ്റം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു മെക്കാനിക്കലാണ്. നിങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിലില്ല. സ്ഥിതിവിവരക്കണക്ക് നിരത്തി ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.